ഹായ് ഗായ്സ്, ഗലിബ്രോ എന്ന് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 9th വീക്ക് വിഷനിലേക്കുള്ള വോട്ടിങ്ങിന്റെ അവസാന ദിവസമാണെന്ന്. നമ്മളിന്ന് വെള്ളിയാഴ്ച രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 8 മത്സരാർത്ഥികളാണ് നോമിനേഷനിൽ വന്നിട്ടുള്ളത്. 8 പേരിൽ നിന്ന് ഒരാളായിരിക്കും ഇത്തവണ പുറത്താകുന്നത്. അതാരാണെന്ന് നിർണ്ണയിക്കാനുള്ള അവകാശം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന ആപ്പിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ഇന്ന് ആർക്കാണ് വോട്ട് ചെയ്യുന്നത് കൂടെ വീഡിയോ ഡേറ്റിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരുമണിക്കുള്ള കൃത്യമായ അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകളും ബിഗ് ബോസ് അപ്ഡേറ്റുകളും അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതോടൊപ്പം നിങ്ങൾ ആരെയാണ് പുറത്താക്കാൻ ആഗ്രഹിക്കുന്നതും കൂടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഏതായാലും ഇന്ന് 7 മണി വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. അനുമോൾ റോക്കറ്റ് വേഗത്തിലാണ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുദൂരം മുന്നിലായി കഴിഞ്ഞു. മറ്റുള്ള മത്സരാർത്ഥികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ 54,233 വോട്ട് നേടി 1ാം പൊസിഷനാണുള്ളത്. 2ാം പൊസിഷനിൽ ജിസേൽ തന്നെയാണ് തുടരുന്നത്. ജിസേലിന് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് ഈ ആഴ്ചയിൽ കണ്ടുവന്നത്. 38,233 എന്ന കൂറ്റൻ വോട്ടിന്റെ ബലത്തിലാണ് അനുമോളിന്റെ തൊട്ട് പിന്നിലായി 2ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. 3ാം പൊസിഷനിൽ നൂറയാണുള്ളത്. ഇപ്പോൾ നൂറ ഒരു ഘട്ടത്തിലൊന്ന് പിന്നിലേക്ക് പോയെങ്കിലും വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. 3ാം പൊസിഷനിൽ ഇപ്പോൾ 33,288 എന്ന കൂറ്റൻ വോട്ട് നേടി 3ാം പൊസിഷനിൽ നിലനിർത്തിയിരിക്കുകയാണ് നൂറ. 4ാം പൊസിഷനിൽ ആദില തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ഒരു ഘട്ടത്തിൽ വളരെയധികം പിറകിലായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ വോട്ടിന്റെ മധ്യത്തിൽ നല്ല രീതിയിൽ മുന്നേറ്റം നടത്തി 32,980 വോട്ടിന്റെ ബലത്തിൽ 4ാം പൊസിഷനിലായിട്ടുണ്ട്. 5ാം പൊസിഷനിൽ വേദലക്ഷ്മിയായിരുന്നു. ഒരു ഘട്ടത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തി 3ാം പൊസിഷനിലും 2ാം പൊസിഷനിലും നിന്നിരുന്ന മത്സരാർത്ഥിയാണ്. എന്നാൽ വോട്ടിങ്ങിന്റെ അവസാന മണിക്കൂറിൽ 32,005 വോട്ട് നേടി 5ാം പൊസിഷനാണുള്ളത്. 6ാം പൊസിഷനിൽ സാബുമാനാണ് ഇപ്പോൾ തുടരുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും സാബുമാന്റെ പൊസിഷൻ മാറി പറയാം. കാരണം ചെറിയൊരു വോട്ടിന്റെ മുൻതൂക്കത്തിൽ മാത്രമാണ് 6ാം പൊസിഷനിൽ നിൽക്കുന്നത്. ഇപ്പോൾ 30,123 വോട്ടോട് കൂടി 6ാം പൊസിഷനാണുള്ളത്. 7ാം പൊസിഷനിൽ നെവിനാണുള്ളത്. നെവിൻ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സാബുമാനുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. നെവിന് ഇപ്പോൾ 30,078 വോട്ട് നേടി 7ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലാണ്. 8ാം പൊസിഷനിൽ ഒനിൽ സാബു തന്നെയാണ് തുടരുന്നത്. ഇത്തവണ പുറത്തു പോകുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരു അത്ഭുതമൊന്നും നടക്കാൻ ചാൻസ് വളരെ കുറവാണ്. എന്തായാലും 27,115 വോട്ട് നേടി ഡേഞ്ചർ സോണിലായിട്ടുള്ള 8ാം പൊസിഷനിലാണുള്ളത്.